എത്യോപ്യയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ഏതാണ്ട് 12,000 വർഷത്തോളം പഴക്കമുള്ള അഗ്നിപർവ്വതം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ചാരം, പുക ഒക്കെ തന്നെ ഇന്ത്യ, യമൻ, ഒമാൻ, വടക്കൻ പാകിസ്ഥാൻ എന്നീ മേഖലകളിലേക്കൊക്കെ വന്നു എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇന്ത്യ നിരവധി വിമാനങ്ങളുടെ സർവീസ് നിർത്തിവെച്ചു. ഇന്ന് തന്നെ 4 വിമാനങ്ങളുടെ സർവീസാണ് നിർത്തിവെച്ചത്. അപ്പോൾ 4000-ഓളം കിലോമീറ്റർ അകലെയുള്ള എത്യോപ്യയിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുക? അല്ല, അത് ഈ കാറ്റിൽ പൊടിപടലം പറക്കുന്നതാണ്. അത് ഈ എത്യോപ്യ, യമൻ, പിന്നെ പാകിസ്ഥാൻ, ഒമാൻ, ഡൽഹി, ഒമാൻ കഴിഞ്ഞ് പാകിസ്ഥാൻ, ഡൽഹി, ഇങ്ങനെയാണ് വരുന്നത്. അതായത് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ, എത്യോപ്യയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഇത് മൂവ് ചെയ്യുന്നു. ഈ ചാരം ആകാശത്തേക്ക് പോയി, ചാരമുണ്ട്, ഗ്യാസും ഉണ്ട്. അത് ചേർത്തിട്ട് ഇത് പൊട്ടിത്തെറിച്ച് ആകാശത്ത് ഒരുപാട് അടി, ഇപ്പോൾ 10,000 അടി 15,000 അടി പൊക്കത്തിലേക്ക് പോകും. പൊക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു മേഘം പോലെ രൂപപ്പെട്ട് മെല്ലെ കാറ്റിൽ പറന്ന് വരും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏകദേശം തെക്ക് പടിഞ്ഞാറാണ് ഈ യമൻ. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ തെക്ക് പടിഞ്ഞാറോട്ട് പോയി കഴിഞ്ഞാൽ എത്യോപ്യ, സൗത്ത് ആഫ്രിക്ക എന്ന് വയ്ക്കും. നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് നൂല് പിടിച്ചാൽ യമൻ്റെ താഴെ കൂടെ സൗത്ത് ആഫ്രിക്കയിൽ ചെന്നാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് പറയുമ്പോൾ ഇത് തെക്ക് പടിഞ്ഞാറായിട്ട് വരും. കാറ്റടിക്കുന്നത് വടക്ക് പടിഞ്ഞാറോട്ടേക്കാണ്. അങ്ങനെ അത് യമനിലേക്ക് കയറുന്നു, ഒമാനിലേക്ക് കയറുന്നു, പിന്നെ പാകിസ്ഥാനിലേക്ക് കയറുന്നു, ഡൽഹിയിലേക്ക് വരുന്നു. ഇനിയിപ്പോൾ ഹിമാലയത്തിലേക്കായിരിക്കും മിക്കവാറും, ഉത്തരാഖണ്ഡ് വഴി ഹിമാലയ പ്രദേശങ്ങളിലേക്കായിരിക്കും പോകുന്നത്. ഹിമാലയം ക്രോസ് ചെയ്യാൻ അതിനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹിമാലയത്തിൻ്റെ അവിടെ വെച്ചായിരിക്കും ഇത്. എൻ്റെ ഒരു ഊഹം ഞാൻ പറയുകയാണ്. കാരണം ഇതൊന്നും കാറ്റ് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വീശിക്കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി എന്നൊക്കെ വരാം. നമ്മളെ ഈ കൊടുങ്കാറ്റിൻ്റെ ഐ ഓഫ് ദ സ്റ്റോം സഞ്ചരിക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ ബംഗാൾ ഉൾക്കടലിൽ ചിലപ്പോൾ നമ്മൾ പറയും വിശാഖപട്ടണത്തിനടുത്താണ്. 4 മണിക്കൂർ കഴിയുമ്പോൾ പറയും വിശാഖപട്ടണത്ത് ടച്ച് ചെയ്യില്ല, ഇത് ഒറീസയിൽ പുരിയിൽ ചെന്ന് ടച്ച് ചെയ്യും എന്നൊക്കെ പറയും. ഇതുപോലെ മാറി മാറിയൊക്കെ വന്നു എന്ന് വരാം. വിമാനങ്ങൾ നിർത്തിവെക്കേണ്ടി വരുന്നത്, ഈ വിമാനങ്ങൾ പറക്കുമ്പോൾ വിമാനത്തിൻ്റെ എൻജിനിലേക്ക് ഈ പൊടി കയറും, ചാരം കയറും. ചാരം കയറിക്കഴിഞ്ഞാൽ എൻജിനുകൾ ഓഫാകും. ഓഫായി ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ഈ ചാരം സെറ്റിൽ ചെയ്യും എൻജിനിൽ. സെറ്റിൽ ചെയ്യുമ്പോൾ എൻജിൻ്റെ തടസ്സം മാറി എൻജിൻ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ചെയ്യും. വിമാനത്തിൻ്റെ ടെക്നോളജി വെച്ചിട്ട് എൻജിൻ എന്തെങ്കിലും കാരണവശാൽ എൻജിൻ ഔട്ടാകുക, ബ്ലാക്ക് ഔട്ടാകുക, 2 എൻജിനും ഓഫായി പോവുക. അപ്പോൾ വീണ്ടും ഈ എൻജിന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള മെസ്സേജ് കിട്ടിക്കൊണ്ടേയിരിക്കും. ചാൻസ് കിട്ടുമ്പോൾ ഈ എൻജിൻ റീസ്റ്റാർട്ട് ചെയ്യും. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഈ പൊടി എൻജിനകത്ത് പറന്നിട്ട് ഓക്സിജൻ കിട്ടാതെ എൻജിൻ ഓഫായി പോകും. ഓഫാകുമ്പോൾ പൊടി സെറ്റിലാവും. സെറ്റിലായി കഴിയുമ്പോൾ എൻജിൻ സ്റ്റാർട്ടാകും. സ്റ്റാർട്ടായി കഴിയുമ്പോൾ പൊടി പറക്കും, എൻജിൻ ഓഫാകും. ഇങ്ങനെ ഓൺ ഓഫ് കളിച്ചുകൊണ്ടിരിക്കും എൻജിൻ. അങ്ങനെ അപകടം വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു ആ വിമാനത്തിൻ്റെ പേര് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയാണ്. ആ വിമാനം തകർന്നതിൻ്റെ കാരണം ആർക്കും അറിയില്ല. പക്ഷേ തകർന്ന് കടലിൽ വീഴുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രതിഭാസം നടന്നു. പലതവണ 2 എൻജിനും സ്റ്റോപ്പാകുകയും സ്റ്റാർട്ടാകുകയും, സ്റ്റോപ്പാകുകയും സ്റ്റാർട്ടാകുകയും, ഒരു എൻജിൻ മാത്രം സ്റ്റോപ്പാകുകയും സ്റ്റാർട്ടാകുകയും, ഇങ്ങനെയൊക്കെ ചെയ്തു ഫൈനലി ഇത് കടലിൽ വീണു. അന്ന് ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ചപ്പോഴാണ് ഇങ്ങനെ എവിടെയോ പൊട്ടിയ അഗ്നിപർവ്വതത്തിൻ്റെ പൊടി അത് കടലിന് മുകളിൽ കൂടെ ഇങ്ങനെ പോകുന്നു. അതിനെ ക്രോസ് ചെയ്ത് വിമാനം, ഇത് മേഘമാണെന്ന് കരുതി അതിനെ ക്രോസ് ചെയ്തങ്ങ് പോയപ്പോഴാണ് ഈ ഇതിൻ്റെ പുകയല്ല, പൊടി, ചാരം. അപ്പോൾ ആ ചാരമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. പുക പ്രശ്നമില്ല, പുക കടന്നു പോകും, ബട്ട് ചാരം നിലനിൽക്കും. ഈ ചാരവും പുകയുമായിട്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇത് മേഘമാണെന്ന് റഡാറിനൊക്കെ തോന്നുള്ളൂ, ഇത് മേഘമാണ് ആ സ്ഥിതി. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ വിമാനങ്ങൾ റീഷെഡ്യൂൾ ചെയ്തിട്ട് ഇത് പോയി കഴിഞ്ഞിട്ട് ടേക്ക് ഓഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഡൽഹിയിൽ ഇന്നലെ വീണ്ടും ഒരു വിമാനം റൺവേ തെറ്റിച്ചിറങ്ങി. ആ തെറ്റിച്ചിറങ്ങിയ റൺവേയിൽ വേറെ വിമാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അപകടം സംഭവിച്ചിരുന്നേ ഉള്ളൂ. ഇപ്പോഴും
GPS സ്പൂഫിങ്ങിൻ്റെ ഒരു ഭീഷണി ഡൽഹിയിൽ നിലനിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡൽഹി എന്ന് പറയുന്നത് അന്തരീക്ഷ മലിനീകരണം കൊണ്ട് വല്ലാതെ ഭയപ്പാടിലാകുന്ന ഒരു നഗരമാണെന്ന് പറയാം. അവിടെ ഇപ്പം എപ്പോഴാണ് ശുദ്ധവായു കിട്ടുന്നത് പോലും അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ 12,000 വർഷങ്ങൾക്ക് ശേഷം അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും അതിനൊരു റീസൺ? ഇങ്ങനെ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ റീസൺ അഗ്നിപർവ്വതം ഒരിക്കൽ അതിൻ്റെ സ്ഫോടനം നടക്കും, ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ പുക ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങൾ എത്രയോ ഉണ്ട്, ലൈവായിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ. അത് കണ്ടാൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കും. ദൂരെ നിന്ന് ഇങ്ങനെ നോക്കും, അതിൽ നിന്ന് പുക ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഈ പുകയൊന്നും ഇല്ലാതെ മൂടിക്കിടക്കുന്ന അഗ്നിപർവ്വതങ്ങളുണ്ട്. അതെപ്പോൾ പൊട്ടുമെന്ന് ആർക്കും അറിയില്ല. അത് ഭൂമിയുടെ അകത്തുനിന്ന് വരുന്ന പ്രഷർ പോലെയൊക്കെ ഇരിക്കും. അതിന് കുറേ മുൻകരുതൽ എടുക്കുക, ആ പ്രദേശത്ത് താമസിക്കാതിരിക്കുക. പിന്നെ പൊട്ടിയെന്ന് വിചാരിച്ചിട്ട് ഈ ആറ്റം ബോംബ് പൊട്ടുന്ന പോലെ ഇമ്മീഡിയറ്റ് അതിൻ്റെ റേഡിയേഷനോ സംഗതിയോ ഒന്നുമില്ല. ലാവ ഒഴുകി വരുന്ന ഇതാണ്. അതിന് ഒരു വഴിയുണ്ട്, എങ്ങനെ വരും എന്നൊക്കെയുള്ള കാൽക്കുലേഷനുണ്ട്. ആളുകൾക്ക് ഏകദേശം വലിയ അപകടം കൂടാതെ മാറാനുള്ള കുറച്ച് സമയമൊക്കെ കിട്ടും. പിന്നെ ആ ഏരിയയിൽ താമസിക്കുന്നവരെപ്പോഴും ജാഗരൂകരായിരിക്കണം. അതിൻ്റെ അടുത്തൊന്നും ആരെയും താമസിപ്പിക്കാറുമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അഗ്നിപർവ്വതങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രകൃതിയിലെ ഒരു പ്രതിഭാസമാണ്. അപ്പോൾ കടൽക്ഷോഭ എപ്പോഴും ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ക്ഷോഭിച്ചാൽ തന്നെ അത് എങ്ങോട്ട് പോകും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ കടൽ തീരത്ത് ആൾക്കാർ താമസിക്കുന്നില്ലേ? ഉണ്ട്. ഒരു ഡേഞ്ചറാണ്, ഒരു റിസ്ക്കാണ്. നമ്മൾ എടുക്കുന്ന കാൽക്കുലേറ്റഡ് റിസ്ക്കാണ്. കാലവർഷത്തെ ഇത് ക്ഷോഭിക്കുകയുള്ളൂ. കാലവർഷം കൂടാതെ വെറുതെ ഇരിക്കുമ്പോൾ പോലും പെട്ടെന്നൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ട് ഒരു കടലാക്രമണം ഉണ്ടാവാം. ഉണ്ടായാൽ എന്ത് ചെയ്യും? അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കും. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഡൽഹിയിൽ വലിയ തോതിൽ ഈ ശുദ്ധവായു കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എത്യോപ്യയിൽ നിന്നുള്ള ഈ പുകപടലങ്ങളും ചാരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വരുന്ന വഴിയിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇത് വലിയ തോതിലുള്ള അന്തരീക്ഷ മലിനീകരണം അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തെയൊക്കെ ബാധിക്കില്ലേ? നിലവിൽ ആളുകളൊന്നും കൊല്ലപ്പെട്ടില്ല, അപകടമില്ലെങ്കിലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകില്ലേ? തീർച്ചയായിട്ടും അതുണ്ടാവാറുണ്ട്. ഈ അഗ്നിപർവ്വതം, വെള്ളപ്പൊക്കം, സുനാമി, അതിവൃഷ്ടി, അനാവൃഷ്ടി, വരൾച്ച, ഇതൊക്കെ കൊണ്ട് വർഷം തോറും ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്, കൃഷി നശിക്കുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ലോകം മുന്നോട്ട് പോകുന്നത്. ഡൽഹിയിലെ കാര്യം കുറച്ചൊരു അത്ഭുതമാണ്. കാരണം ഡൽഹി ഒരു ഒറ്റപ്പെട്ട സ്ഥലമൊന്നുമല്ല. ആകാശത്ത് നിങ്ങൾക്ക് അന്തരീക്ഷത്തെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഡൽഹിയിൽ എന്താ കാറ്റടിക്കുന്നില്ലേ? അടിക്കുന്നുണ്ടാവണമല്ലോ. ഡൽഹിയിലെ പൊല്യൂഷൻ ഒരു പ്രത്യേക ഒന്ന്, അത് തലസ്ഥാനമായതുകൊണ്ട് വല്ലാതെ ശ്രദ്ധിക്കപ്പെടുന്നു. സുപ്രീം കോടതി അവിടെ ആയതുകൊണ്ട് ഈ സുപ്രീം കോടതിക്കൊരു സ്വഭാവമുണ്ട്. ഡൽഹിയിലെ മുനിസിപ്പൽ കോടതിയും സുപ്രീം കോടതിയാണ്. ഡൽഹിയിലൊരു വേലിപൊളി കേസുണ്ടായി കഴിഞ്ഞാൽ ആദ്യം മനുഷ്യർ പോകുന്നത് സുപ്രീം കോടതിയിലാണ്. മുനിസിപ്പൽ കോടതിയിലൊന്നും ആരും പോകാറില്ല ഡൽഹിയിൽ. മാത്രമല്ല സുപ്രീം കോടതിക്ക് അത് ഇഷ്ടവുമാണ്. സാകേയത്തിൽ മയൂർ വിഹാറിൽ മതിലിടിഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതി ഉടനെ എടുത്തിട്ട് അവിടെ ആളെ വിടുക, കമ്മീഷനെ വയ്ക്കുക, ഇതൊക്കെ ചെയ്യും. ദേ ബിഹേവ് ആസ് ഇഫ് ദേ ആർ എ മുനിസിപ്പൽ കോർട്ട് ആസ് ഫർ ആസ് ഡൽഹി ഈസ് കൺസേൺ. കേരളം മൊത്തം കടലിൽ താന്നു പോയി കഴിഞ്ഞാൽ പോലും സുപ്രീം കോടതി പറയും നിങ്ങൾ ഇവിടെ വരുന്നത് എന്തിനാണ്, കേരള ഹൈക്കോടതിയിൽ പൊക്കുമെന്ന്. ബട്ട് ഡൽഹിയിൽ ഒരു 2 സ്കൂട്ടർ തമ്മിൽ ഇടിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി അത് കേസായിട്ട് സ്വമേധയാ കേസായിട്ടൊക്കെ എടുക്കും. അതൊരു പ്രോക്സിമിറ്റി കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അതെത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് ആ മനസ്സിൽ നിന്നത് മാറില്ല. ഡൽഹിയിലെ അപകടം വലിയ അപകടമാണ്. ഡൽഹിയിൽ ഒരു ബസ് പാഞ്ഞു കയറി 18 പേര് മരിച്ചു. വലിയ അപകടമായിട്ട് എല്ലാ ചാനലും, കേരളത്തിലെ ചാനലുകൾ അവരെ റിപ്പോർട്ട് ചെയ്യും. എന്നാൽ തമിഴ്നാട്ടിൽ ബസ് കൊക്കയിൽ വീണ് 48 പേര് മരിച്ചാൽ പോലും ഒരു സ്ക്രോള് പോകും. ഡിസ്റ്റൻസ് ഫ്രം ദ ക്യാപിറ്റൽ അതൊരു ഘടകമാണ്. അപ്പോൾ ഡൽഹിയിലെ പൊല്യൂഷനും വലിയൊരു പ്രശ്നമാകുന്നത് ഇതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഡൽഹിയെ പോലെയോ അതിനേക്കാൾ മോശമോ ഒക്കെ ആയ പൊടിയും പുകയും കാറ്റും ഒക്കെ പല സ്ഥലത്തുമൊക്കെ തങ്ങിയൊക്കെ നിൽക്കാറുണ്ട്. പക്ഷേ അതിനൊരു ന്യൂസ് വാല്യൂ ഇല്ല. ഡൽഹിയിൽ സംഭവിക്കുമ്പോൾ ന്യൂസ് വാല്യൂ ഉണ്ട്. കാരണം പ്രധാനമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്, പ്രസിഡൻ്റുണ്ട്, സേനാ മേധാവികളുണ്ട്. അതുകൊണ്ട് വലിയ ബഹളം നടക്കും. അപ്പോൾ ഈ ഡൽഹിയിലെ മലിനീകരണം എന്ന് പറഞ്ഞാൽ പർവ്വതീകരിക്കപ്പെട്ട് പറയുന്നതാണോ? ശരിക്കും അങ്ങനെയുള്ള പൊല്യൂഷൻ ഒന്നും ഇല്ല എന്നാണോ?
അല്ല, പൊല്യൂഷനുണ്ട്. പൊല്യൂഷൻ ഇല്ലാതെ ആൾക്കാർ വെറുതെ പറയുന്നില്ല. പക്ഷേ അതിന് കിട്ടുന്ന കവറേജിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ പൊല്യൂഷനൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റും ട്രെയിനും ഒക്കെ പോകുന്നുണ്ട് അല്ലേ? അവിടെ നിന്ന് പുറത്തേക്കും പോകുന്നുണ്ട്, ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്, ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇത്ര വലിയ പൊല്യൂഷനായിട്ട് ഡൽഹിയിൽ ആരെങ്കിലും വഴിയിൽ വീണ് മരിച്ചത് പോയി നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു അല്പം ബ്ലോ അപ്പ് ചെയ്ത കൺസേണാണ് ഡൽഹിയിലെ പൊല്യൂഷൻ. പൊല്യൂഷൻ പല സ്ഥലത്തും ഉണ്ട്, ഡൽഹിയിൽ അല്പം കൂടുതലുമായിരിക്കാം. ബട്ട് ഈ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന വാർത്തകൾ ഉണ്ടാകുന്നത് അത് സ്ഥലം ഡൽഹി ആയതുകൊണ്ടാണ്. സ്ഥലം മുംബൈയോ ചെന്നൈയോ ബാംഗ്ലൂരോ ഹൈദരാബാദോ തിരുവനന്തപുരമോ ആയിരുന്നെങ്കിൽ ഇത്രയും വലിയ ബഹളം നടക്കില്ല. ചുരുക്കം പറഞ്ഞപ്പോൾ എത്യോപ്യയിലെ ഈ അഗ്നിപർവ്വത സ്ഫോടനം ഇന്ത്യക്ക് അല്ല പ്രത്യേകിച്ച് ഡൽഹിക്ക് ഒരു മുന്നറിയിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഇത്രയും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അത് നമുക്ക് മുന്നറിയിപ്പ് കൊടുക്കാനും പറ്റില്ല. ഇനി അഥവാ മുന്നറിയിപ്പ് കൊടുത്താൽ തന്നെ ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റുകൾ റീഷെഡ്യൂൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ഇക്കാര്യത്തിൽ നമുക്ക് സമയമുണ്ട് താനും. ഇപ്പോൾ എത്യോപ്യയിൽ നിന്ന് ഇത് സഞ്ചരിച്ചിവിടം വരെ എത്തണ്ടേ, അതിനുള്ളിൽ നമുക്കറിയാമല്ലോ ഇതിൻ്റെ സഞ്ചാരപഥം ഏകദേശം എല്ലാവർക്കും അറിയാം. അതനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കും. കുറച്ച് കഴിയുമ്പോൾ അത് ഒതുങ്ങിക്കോളും. അപ്പോൾ ആശങ്കയൊന്നും വേണ്ടെന്ന് പറയാം അല്ലേ? അതിനെ ചൊല്ലിയുള്ള ആശങ്കയൊന്നും വേണ്ട, അതൊക്കെ ടെമ്പററി പ്രതിഭാസമാണ്. പക്ഷേ ഈ റൺവേ മാറി ഇറങ്ങുന്നത് അത് ചില്ലറ കാര്യമല്ല. അതിപ്പോൾ എൻ്റെ പേരിൽ ഗൂഢാലോചന അല്ലെങ്കിൽ അനാവശ്യമായ ആങ്സൈറ്റി എന്നൊക്കെയുള്ള ആരോപണം വന്നാൽ പോലും ഞാനതിൽ ഉറച്ചു നിൽക്കും. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് പോർട്ടൻറ്റ്. കഴിഞ്ഞ മാസമാണ് 800 ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നത്. ഈ GPS പ്രശ്നം കൊണ്ട് ഓട്ടോമാറ്റിക് സ്വിച്ചിങ് സിസ്റ്റം തകരാറിലായിട്ട്. അന്ന് DGCA GPS-ൻ്റെ പ്രശ്നം ഉണ്ടായി എന്ന് കൺഫേം ചെയ്തു. അത് ആരുണ്ടാക്കിയതാണെന്നുള്ള ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞില്ല. അത് സെക്യൂരിറ്റി റീസൺ കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയിട്ട് ഈ എത്യോപ്യൻ പൊടിക്കാറ്റിനേക്കാൾ എത്രയോ വലുതാണ് ഈ റൺവേ തെറ്റിയിറങ്ങിയ സംഭവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.